ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. യൂണിറ്റ് ബാങ്കിങ്ങിനുള്ള ഡിസഡ്വാൻറ്റേജ്: ആബ്സെൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. ആബ്സെൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. ആബ്സെൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. ആബ്സെൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എന്താണ്? ആബ്സെൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. ആബ്സെൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റത്തിൽ ഒരിക്കലും നടപ്പിലാകാത്തൊരു കാര്യമാണ് ആബ്സെൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. ഇത് തീരെ ചെറിയ സൈസാണെന്ന് നമുക്കറിയാം, സ്മോൾ ഇൻ സൈസാണ്. അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഇതിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുന്നതും വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ യൂണിറ്റ് ബാങ്കിങ്ങിൽ ലേബറിൻ്റെ ഡിവിഷനോ ലേബറേഴ്സിനെ പല കാറ്റഗറിയായിട്ട് തരംതിരിക്കാനോ അതോടൊപ്പം തന്നെ എന്താണ് ഓരോ മേഖലയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാനോ ഒന്നും കഴിയാത്ത ഒരു ബാങ്കിങ് സിസ്റ്റമാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓർത്തിരിക്കുക. എന്താണ്? ആബ്സെൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ ഓഫ് ലേബർ ഒരിക്കലും സാധിക്കാത്ത തരത്തിലുള്ള ഒരു ബാങ്കിങ് സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറുതാണ്. ഈ യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് എങ്ങനെയാണ്? അതും വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആബ്സെൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ഏത് ബാങ്കിൻ്റെ ഫെസിലിറ്റിയാണ് എന്ന് ചോദിച്ചാൽ ഏതിൻ്റെയാണ്? ഈ പറഞ്ഞ യൂണിറ്റ് ബാങ്കിൻ്റെ ഫെസിലിറ്റിയാണ്. രണ്ടാമത്തെ ഒരു ഡിഫറൻസ് പറയുന്നതാണ് നോ എക്കണോമി ഓഫ് ക്യാഷ് റിസർവ്സ്. നോ എക്കണോമി ഓഫ് ക്യാഷ് റിസർവ്സ്. രണ്ടാമത്തെ ഒരു പോയിൻ്റാണ് നോ എക്കണോമി ഓഫ് ക്യാഷ് റിസർവ്സ്. അതായത് ഈ യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവർ ഒരു കാരണവശാലും അവരുടെ സ്വന്തം കാലിൽ നിന്ന് മാത്രമേ അവർക്ക് അവരുടെ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു സിസ്റ്റം ഓഫ് ബാങ്കിങ് ആണ് ഏതെന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ്. നോ എക്കണോമി ഓഫ് ക്യാഷ് റിസർവ്. അപ്പം ഇവർക്ക് ഇവരുടെ ഡേ ടു ഡേ ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള ക്യാഷ് കയ്യിൽ കരുതിയെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ബാങ്കിങ് ബിസിനസ് നടക്കാത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബ്രാഞ്ചസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തരത്തിലുള്ള സോഴ്സസ് ഒന്നുമില്ല. നമുക്കറിയാം, നമുക്കിപ്പം നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ പോലുള്ള രാജ്യത്താണെങ്കിൽ ഇപ്പം എന്താണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടായിട്ട് അറിയപ്പെടുന്നത് RBI ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന് വേറൊരു കുറേയധികം പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റു ബാങ്കുകളെ ആശ്രയിക്കാം. ആ മറ്റു ബാങ്കുകളിൽ നിന്നും എടുക്കുന്ന വായ്പകൾ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്നാണ് RBI പോലുള്ള സെൻട്രൽ ബാങ്കിൽ സമീപിക്കാം. പക്ഷേ ഇതൊന്നും സാധ്യമാകാത്ത ഒരു ബാങ്കിങ് ആണ് ഏതെന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഫിനാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കിങ് ബിസിനസ് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നോ എക്കണോമി ഓഫ് ക്യാഷ് റിസർവ്. ക്യാഷ് റിസർവ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബാങ്കിങ് ബിസിനസ്സും അവിടെ തകരാറിലാകുകയാണ്. ഇനി അടുത്ത ഒരു പോയിൻ്റാണ് നോ ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസ്ക്. നോ ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസ്ക്. ഒരിക്കലും ആ റിസ്ക് ഉണ്ടാകുന്ന ഏരിയ ഏതൊക്കെയാണ് എന്നിവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ പറഞ്ഞു, സ്പെഷ്യലൈസേഷൻ നടത്താനോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന മേഖലയിൽ ഡിവിഷൻ ഓഫ് ലേബർ നടത്താനോ ഒന്നും സാധിക്കാത്തൊരു ബാങ്കിങ് ബിസിനസ്സാണ് ഈ പറഞ്ഞ യൂണിറ്റ് ബാങ്കിങ്. അതുകൊണ്ട് തന്നെ നോ ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസ്ക്.
ഈ ബാങ്കിങ് മേഖലയിലെ തകർക്കുന്ന ഈ യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റത്തിനെ തകർക്കുന്ന രീതിയിലുണ്ടാകുന്ന റിസ്ക് എവിടുന്നാണ് എന്ന് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബാങ്കിങ് സിസ്റ്റമാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹയർ കോസ്റ്റ് ഓഫ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്. ഹയർ കോസ്റ്റ് ഓഫ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്, അതായത് നാലാമത്തെ പോയിന്റ്, നാലാമത്തെ ഡിസഡ്വാൻറ്റേജ് ഒന്ന് ഓർത്തിരിക്കുക. ഹയർ കോസ്റ്റ് ഓഫ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്. ഹയർ കോസ്റ്റ് ഓഫ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്. ഹയർ കോസ്റ്റ് ഓഫ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്. നമുക്കറിയാം, യൂണിറ്റ് ബാങ്കിന് ഒരു കാരണവശാലും ബ്രാഞ്ചസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് വേറൊരു സ്ഥലത്ത് ഒരു ബാങ്ക് പോലും കാണില്ല. ആ ഒരു സമയത്ത് ഇവരുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ മറ്റുള്ള ബാങ്കുകളെ തീർച്ചയായിട്ടും ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പം കളക്ഷന് വേണ്ടിയിട്ട് ഇവരെ ആശ്രയിക്കുന്ന കസ്റ്റമറിനെ ഇവർ മടക്കി അയക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ കസ്റ്റമറിന് നൽകേണ്ട സേവനങ്ങൾക്ക് വേണ്ടി ഇവർ തീർച്ചയായിട്ടും മറ്റുള്ള ബാങ്കുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ചെക്ക് കളക്ഷനൊക്കെ അയക്കുമ്പം റെമിറ്റൻസ് ഫീസ് ഒരുപാടാകുന്നു. അതായത് ഹൈ കോസ്റ്റ് ഓഫ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്. ഇവരെ സമീപിക്കുന്ന കസ്റ്റമറിന് എന്താണ്, ഒരുപാട് രീതിയിലുള്ള ഫണ്ട് എക്സ്ട്രാ ബാങ്കിങ് സർവീസ് കൊടുക്കുന്ന സമയത്ത് മറ്റു ബാങ്കുകളെ അപേക്ഷിച്ച് ഒരുപാട് കോസ്റ്റ് ഇവർക്കാകുന്നു. ഇത് അവരുടെ കുറ്റം കൊണ്ടല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഈ ബാങ്കിങ് ബിസിനസ്സൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രാഞ്ചസോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ബാങ്കിങ് മേഖലയോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവർ മറ്റു ബാങ്കുകളെ ആശ്രയിക്കുന്നു. ഇങ്ങനെ ആശ്രയിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഇവരുടെ ബിസിനസ് നടത്തിയെടുക്കാൻ വേണ്ടി ഹൈ കോസ്റ്റ് ആകുന്നു. അതാണ് ഈ യൂണിറ്റ് ബാങ്കിങ് പൊട്ടിപ്പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. ഇനി അടുത്തത് ഹയർ ചാർജസ് ഫോർ കളക്ഷൻ ഫെസിലിറ്റി. ഹയർ കോസ്റ്റ് ആകുമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഹയർ ചാർജസ് ഫോർ കളക്ഷൻ ഫെസിലിറ്റി. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ മറ്റുള്ള ബാങ്കിൽ സർവീസ് ഒന്നും നടത്താത്ത കസ്റ്റമർ യൂണിറ്റ് ബാങ്കിനെ ആശ്രയിക്കുന്ന സമയത്ത് ഇവർക്ക് ചെക്കൊക്കെ കളക്ഷന് വേണ്ടിയിട്ടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് പൈസ കസ്റ്റമറിൽ നിന്ന് ഈടാക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ പതിയെ കസ്റ്റമറൊക്കെ ഇങ്ങ് പിൻവലിയാൻ തുടങ്ങും. അതാണ് ഹയർ ചാർജസ് ഫോർ കളക്ഷൻ ഫെസിലിറ്റി. അടുത്തത് ഇന്നബിലിറ്റി ടു ഫേസ് റിസ്ക്. ആറാമത്തെ ഒരു പോയിൻ്റാണ് ഇന്നബിലിറ്റി ടു ഫേസ് റിസ്ക്. അതായത് നമ്മൾ പറഞ്ഞു യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് കാണുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ്. അമേരിക്കയിലാണ് ഈ സിസ്റ്റം ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു. 1930 കാലഘട്ടത്തിൽ എന്താണ്, അമേരിക്കയിലൊക്കെ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായ സമയത്ത് ഇതുപോലെയുള്ള ബാങ്കിങ് ബിസിനസ്സാണ് പാടെ തകർന്നു പോയത് 1930 കാലഘട്ടത്തിൽ. അപ്പോൾ എന്താണ് പ്രത്യേകം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പെട്ടെന്നൊരു റിസ്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള റിസ്കിനെ തരണം ചെയ്യാൻ ഇങ്ങനെ കൂണുകൾ പോലെ മുളച്ചു വരുന്ന ഈ ബാങ്കിങ് ബിസിനസ്സിന് കഴിയാതെ വരുന്നു. അതാണ് ഇന്നബിലിറ്റി ടു ഫേസ് റിസ്ക്. അടുത്തത് ഏഴാമത്തേതാണ് നോ ഫെസിലിറ്റീസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇവർക്ക് ഇവരുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യാതൊരു ഫെസിലിറ്റീസും ഇല്ല. അതൊരു വളരെ പോരായ്മയാണ്. നോ ഫെസിലിറ്റി ഫോർ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ബാങ്കിങ് സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും നമുക്കറിയാം ഒരു ലൊക്കാലിറ്റിയിൽ മാത്രമായിട്ടാണ്. ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന യൂണിറ്റ് ബാങ്കിങ്ങിന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവരുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒരുപോലെ ആക്കാനോ ഒന്നും ഇവർക്ക് സാധിക്കാൻ കഴിയാതെ വരുന്നു. അതായത് ഫണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയാതെ വരുന്നു.
മാറ്റാൻ കഴിയാതെ വരുമ്പം ഒരു സ്ഥലത്ത് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പം ഞാൻ പറയാമല്ലോ അമേരിക്കയിൽ തന്നെ പല പല പ്രദേശത്ത് യൂണിറ്റ് ബാങ്കിങ് ഉണ്ടെന്നിരിക്കട്ടെ, ആ യൂണിറ്റ് ബാങ്കിങ്ങുകൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇപ്പോൾ ഒരിടത്ത് ഒരുപാട് ഡിപ്പോസിറ്റ് ഉണ്ട്, ആ ഡിപ്പോസിറ്റ് ഇങ്ങോട്ട് മാറ്റാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും യാതൊരു ഫെസിലിറ്റിയും ഇല്ലാത്ത ബാങ്കാണ് ഏതെന്ന് പറയുന്നത്, യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു ബാങ്ക് എന്നുപരി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല രാജ്യത്ത് ഓരോ രാജ്യത്തും അവരുടെ ക്ലൈമറ്റിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനനുസരിച്ച് അവർ രൂപീകരിക്കുന്ന ബാങ്കിങ് സിസ്റ്റമാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി ഇന്നബിലിറ്റി ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ്, എല്ലാ വിധത്തിലുള്ള ബാങ്കിങ് ഫെസിലിറ്റി, അതായത് ഒരു വിധത്തിലുള്ള ഇന്നബിലിറ്റി ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് ബാങ്കിങ് ഫെസിലിറ്റി, എല്ലാ വിധത്തിലുള്ള ബാങ്കിങ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ ഒരുമാതിരിപ്പെട്ട യൂണിറ്റ് ബാങ്കുകൾക്കൊന്നും കഴിയാതെ വരുന്നു. അതാണ് 8ാമത്തെ പോയിന്റ്, ഇന്നബിലിറ്റി ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് ബാങ്കിങ് ഫെസിലിറ്റി. ആഡിക്വേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഈ യൂണിറ്റ് ബാങ്കിന് കഴിയാതെ വരുന്നു. അപ്പോൾ യൂണിറ്റ് ബാങ്ക് കനോട്ട് അഫേർഡ് ടു ഓപ്പറേറ്റ് ഇൻ ആൻ അൺപ്രോഫിറ്റബിൾ ബാക്ക്വേർഡ് ഏരിയ ഓൺ എക്കണോമിക് ഗ്രൗണ്ട്സ്. ഇറ്റ് ഈസ് ഫോഴ്സ് ടു വർക്ക് ആൻഡ് എ ബിഗ് ടൗൺ ഓർ എ സിറ്റി ഓർ ഓൾ ദ ഗുഡ്സ് പ്രോസ്പെക്ട്സ്. ഇവർ ഒരു ലോക്കൽ ഏരിയയിൽ ഒരു യൂണിറ്റ് ബാങ്ക് എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബിഗ് സിറ്റിയിലും ബിഗ് ടൗണിലും ഒക്കെ മാത്രമേ ഇവർക്ക് ഇവരുടെ ഫങ്ഷൻസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ബാക്ക്വേർഡ് ഏരിയയിൽ യൂണിറ്റ് ബാങ്കിങ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റും അതിൻ്റെ ബാക്ക്വേർഡ് ഏരിയയിൽ തുടങ്ങിക്കഴിഞ്ഞ് ആ പ്രോഫിറ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ള ഭയം കൊണ്ട് ഇവരെപ്പോഴും ഈ യൂണിറ്റ് ബാങ്കിങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബിഗ് സിറ്റീസിലും ടൗൺസിലും മാത്രമാണ്. അതും ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപര്യാപ്തതയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രോഫിറ്റുള്ള ഏരിയ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇവരെപ്പോഴും അവരുടെ ബാങ്കിങ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. അതും ഒരു പോരായ്മ തന്നെയാണ്. ഇനി അടുത്തത് ഇന്നബിലിറ്റി ടു ഇൻസ്പയർ കോൺഫിഡൻസ് എമംഗ് ദ പീപ്പിൾ. ഒരു യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം ഒരിടത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോക്കൽ ഏരിയയിലാണ് അതിനെ ഒരു സിംഗിൾ ഓഫീസേ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളെപ്പോഴും ആ ബാങ്കിനെ ആശ്രയിക്കാൻ അവിടുത്തെ ജനങ്ങൾക്കൊരു പേടിയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ മതിയായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത ഒരു ബാങ്കിങ് സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്, യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പം അതും ഓർമ്മയിൽ വെച്ചിരിക്കുക. അടുത്തത് 10ാമത്തെ പോയിൻ്റാണ് ഡിഫിക്കൽറ്റി ഓഫ് എഫക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ബൈ സെൻട്രൽ ബാങ്ക്. അതായത് സെൻട്രൽ ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് നമുക്കറിയാം സെൻട്രൽ ബാങ്ക് ഒരു കേന്ദ്രമായിട്ട് നിന്നുകൊണ്ട് മറ്റു ബ്രാഞ്ചുകളെ മൊത്തം നിയന്ത്രിക്കുന്ന ചെറിയ ചെറിയ ബാങ്കുമായിട്ട് ഡീലിങ്സ് മുഴുവൻ അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ഇങ്ങനെ ഒരു സെൻട്രൽ ബാങ്കിങ് ഫെസിലിറ്റി എവിടെ ഇല്ല? യൂണിറ്റ് ബാങ്കിങ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സെൻറ്ററില്ല. ആ സെൻറ്റർ ഇല്ലാത്തൊരവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടുമൊക്കെ കറങ്ങിപ്പോയി ചിതറി പോകുന്നൊരവസ്ഥയാണ് യൂണിറ്റ് ബാങ്കിങ്ങിന്. ഇപ്പോൾ യൂണിറ്റ് ബാങ്കിങ് എന്താണ്, യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ ഒന്നുകൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തേത് പറഞ്ഞു ആബ്സെൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. ഒരിക്കലും ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക് എവിടെ സാധിക്കത്തില്ല? ഈ പറഞ്ഞ യൂണിറ്റ് ബാങ്കിങ്ങിനകത്ത് സാധിക്കത്തേയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ വളരെ ചെറുതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസും വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം അവിടെ സാധ്യമാകാത്തത്. ആബ്സെൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ സാധിക്കാത്ത ബാങ്കിങ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? യൂണിറ്റ് ബാങ്കിങ് ആണ്. രണ്ടാമത്തേത് പറഞ്ഞത് എന്താണ്? നോ എക്കണോമി ഓഫ് ക്യാഷ് റിസർവ്. ക്യാഷ് റിസർവ് എന്ന് പറയുന്നത് ഇവർക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം കഴിയുന്നൊരു ബാങ്കിങ് ബിസിനസ്സാണ് യൂണിറ്റ് ബാങ്കിങ്. ഇവർക്ക് ക്യാഷിന് വേണ്ടി മറ്റുള്ള ബാങ്കിങ് സ്ഥാപനങ്ങളെയോ ഒന്നും ആശ്രയിക്കാനേ പറ്റത്തില്ല. ഇവർക്ക് സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസ് എത്രയുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഏത്? യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അടുത്തത്
മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്? നോ ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസ്ക്. ഈ എവിടുന്നാണ് യൂണിറ്റ് ബാങ്കിങ്ങിനെ തകർക്കുന്ന രീതിയിലുണ്ടാകുന്ന റിസ്ക് എവിടുന്നാണ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു യൂണിറ്റ് ബാങ്കിങ് വൻ തകർച്ചയിലായെങ്കിൽ മാത്രമേ ആ ബാങ്കിങ് സിസ്റ്റത്തിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ യൂണിറ്റ് ബാങ്കിങ് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നേരത്തെ എവിടുന്നൊക്കെയാണ് റിസ്ക് ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫെസിലിറ്റി എവിടില്ല? ഈ പറയുന്ന യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റത്തിനകത്തില്ല. നാലാമത്തേത് പറയുന്നത് ഹയർ കോസ്റ്റ് ഓഫ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്. യൂണിറ്റ് ബാങ്കിങ്ങിന് മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പ്ലേസസിൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ബാങ്കോ അല്ലെങ്കിൽ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നുമില്ല. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു സേവനം വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഹൈ റെമിറ്റൻസ് കൊടുക്കേണ്ടി വരുന്നു. ഇവർ ഭീമമായിട്ടുള്ള തുക അടച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു ബാങ്കിങ് ഫെസിലിറ്റി ഇവർക്ക് അനുവദിച്ചു കിട്ടത്തുള്ളൂ. അടുത്തത് എന്താണ്? ഹയർ ചാർജസ് ഫോർ കളക്ഷൻ ഫെസിലിറ്റീസ്. ഇവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സിന് ഏതെങ്കിലും കാരണവശാൽ ഒരു ചെക്കോ വല്ലതും കളക്ഷന് വേണ്ടിയിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭീമമായിട്ടുള്ള തുക നൽകിയെങ്കിൽ മാത്രമേ ഇവർക്ക് ആ കളക്ഷൻ ഫെസിലിറ്റി നടത്തി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഇവരെ ആശ്രയിച്ച് വരുന്ന കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും പറയും എന്താണ്, ഇന്ന ബാങ്കിൽ പോയാൽ ഇത്രയുമേ ഉള്ളൂ കളക്ഷൻ ചാർജ് ആകത്തുള്ളൂ. പക്ഷേ ഒരു യൂണിറ്റ് ബാങ്കിനെ ആശ്രയിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സാധാരണ ബാങ്കിൽ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റത്തിലുള്ള ബാങ്കിങ്ങിൽ ഏർപ്പെടുത്തുന്നതിനെക്കാട്ടിലും 3-4 ഇരട്ടി കളക്ഷൻ ചാർജസ് ഇവിടെ ഈടാക്കേണ്ടി വരുന്നു. അന്നേരം ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തു പോമോ? ഇല്ല. അതുകൊണ്ടാണ് യൂണിറ്റ് ബാങ്കിങ് പ്രധാനമായിട്ടും നശിച്ചു പോകാനുള്ളൊരു കാര്യം. ഇനി അടുത്തത് ഇന്നബിലിറ്റി ടു ഫേസ് റിസ്ക്. ആറാമത്തെ പോയിന്റാണ് ഇന്നബിലിറ്റി ടു ഫേസ് റിസ്ക്. പെട്ടെന്ന് ഒരു റിസ്ക് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് എക്കണോമിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ക്രൈസിസിനെ പെട്ടെന്ന് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ബാങ്കാണ് ഏതെന്ന് പറയുന്നത് ബാങ്കിങ് സിസ്റ്റമാണ് യൂണിറ്റ് ബാങ്കിങ്. അതായത് അതിനാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. 1930 കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായ സമയത്ത് ഏറ്റവും അധികം തകർന്നു പോയത് ഈ പറയുന്ന യൂണിറ്റ് ബാങ്കിങ് ആണ്. അതും ഓർമ്മയിൽ വെച്ചിരിക്കുക. ഇനി അടുത്തതാണ് പറഞ്ഞത് നോ ഫെസിലിറ്റി ഫോർ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാനോ ഇൻട്രസ്റ്റ് റേറ്റ് ഈക്വൽ ആക്കാനോ ഒക്കെ വേണ്ടി യാതൊരു വിധത്തിലുള്ള ഫെസിലിറ്റിയും എവിടില്ല? ഈ യൂണിറ്റ് ബാങ്കിങ്ങിനകത്ത് ഇല്ല. അതും ഒരു പോരായ്മയാണ്. അടുത്തത് പറഞ്ഞത് ഇന്നബിലിറ്റി ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ്. ഒരു കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റീസ് എല്ലാം ലഭ്യമാക്കുക എന്നത് എവിടെ നടക്കത്തില്ല? യൂണിറ്റ് ബാങ്കിങ്ങിനകത്ത് നടക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്ക് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടാകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ബാങ്ക് എപ്പോഴും നിലകൊള്ളുന്നത് ബിഗ് സിറ്റീസിൽ അല്ലെങ്കിൽ ബിഗ് ടൗണിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് ബാക്ക്വേർഡ് ഏരിയയിലൊന്നും ഇങ്ങനെ യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എക്കണോമിക്കലായിട്ട് ഉയർന്നു നിൽക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ മാത്രം ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ്. അടുത്തത് പറഞ്ഞത് 10ാമത്തെ പോയിന്റ് പറഞ്ഞത് ഡിഫിക്കൽറ്റി ടു എഫക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഒരു സെൻട്രൽ ഗവൺമെൻറ് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ട്. ആ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ് ഇന്ത്യയിലെന്ന് നമുക്കറിയാം. അങ്ങനെ ഏതൊരു ബാങ്കിങ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ഈ RBIയുടെ സഹായത്തോടു കൂടിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ബാങ്കിങ് ഫെസിലിറ്റി നമുക്ക് എവിടെ കാണാൻ പറ്റത്തില്ല? യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റത്തിൽ കാണാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം അവസാനിക്കുകയാണ്. അപ്പോൾ യൂണിറ്റ് ബാങ്കിങ് എന്താണ്? യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഫോറിൻ കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും മറന്നു പോകരുത്, അമേരിക്കയാണ്. യൂണിറ്റ് ബാങ്കിങ് USA, അന്നേരമേ അത് ഓർത്തിരിക്കുക.